അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ ഘട്ടമാണ്. അഞ്ചാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ജലം. നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലോക ജലദിനമായിട്ട് കൊണ്ടാടുന്നത് മാർച്ച് 22 ജലം എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പൊ ജീവൻ ഇല്ല എങ്കിൽ ഭൂമി ഇല്ല എന്നുള്ളതും നമ്മളില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി. അതുകൊണ്ടാണ് പുതിയ പുതിയ ഓർഡറുകൾ വരുന്നത്. അതായത് വയല് നികത്തരുത് എന്നൊക്കെ പറയുന്നത്. ഇത്രയും സൂക്ഷിച്ചു വെക്കാൻ, ജലസംഭരണിയായിട്ട് ജലത്തെ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് കഴിവുള്ളത് ഈ വയലുകൾക്കാണ്, അതായത് തണ്ണീർത്തടങ്ങൾക്കാണ്. ആ തണ്ണീർത്തടങ്ങൾ മരിക്കാനുള്ള ഇട കൊടുക്കരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജലത്തിനായിരിക്കാം ഇനിയൊരു യുദ്ധം ഉണ്ടാവുക. അപ്പോ അതില് 10 സെന്റ് വയലില് 1.6, അതായത് അത്രയും ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുവാനുള്ള കഴിവുണ്ട്. അത് നികത്തി നമ്മൾ പാടത്തിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, നമ്മള് കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ ഇതിന്റെ ഉറവക്കണ്ണും ബാക്കിയുള്ളതും ഒക്കെ നഷ്ടപ്പെടുകയാണ്. കാരണം വെള്ളത്തിന്റെ പ്രാധാന്യമാണ് ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. ഇറച്ചി ഉണ്ടാകാനും, രാസവളം ഉണ്ടാകാനും, സ്റ്റീൽ ഉണ്ടാകാനും, തുണി ഉണ്ടാകാനും ഒക്കെയുള്ള അളവുകൾ പറഞ്ഞു. അപ്പം ഇത്രയും ഭംഗിയായ ജലത്തെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ജലസമ്പത്ത് എന്ന് പറയുന്ന 44 നദികളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ ജലം ശരിക്കും ഒഴുകി നമ്മളുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഏറ്റവും അറബിക്കടലിലേക്ക് പോയി ഇതാവുന്നു, ചിലത് നമ്മുടെ കർണാടകയിലേക്ക് പോകുന്നു. അപ്പം ഈ ജലസമ്പത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഓടുന്ന ജലത്തെ, ഈ 3 സൂത്രവാക്യങ്ങൾ ചെയ്താൽ മതി. ഓടുന്ന ജലത്തെ നടത്തുക, നടത്തുന്ന ജലത്തെ ഇരുത്തുക, ഇരുത്തുന്ന ജലത്തെ കിടത്തുക, കിടക്കുന്ന ജലത്തെ ഉറക്കുക. ഇത്രയും ചെയ്താൽ മതി. അതായത് ഒരു തോടുണ്ടെങ്കിൽ ആ തോട് നമ്മൾ മൂടുകയല്ല ചെയ്യേണ്ടത്. അതിന്റെ മുകളിലത്തെ, ശരിക്കും റണ്ണിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ആ മുകളിലുള്ള ഒരു 2 അല്ലെങ്കിൽ 3 അടി വെള്ളം മാത്രമേ ഉള്ളൂ. അടിയിലത്തെ ജലം എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ മുകളിൽ മാത്രം തടയണ പോലെ വെച്ചാൽ മാത്രം മതി എന്നാണ് ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഓടുന്ന വെള്ളത്തെ നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങും. അപ്പൊ ആ വെള്ളത്തിന്റെ ഇത് ഭൂമിയിലേക്ക്, ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് വരും. അപ്പൊ ഞങ്ങൾക്ക് വയനാട്ടിൽ പറയാനുള്ളത്, മേപ്പാടി സൈഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാം, ചൂരൽമല ഒക്കെ ഉണ്ടായിരുന്നു. അവിടങ്ങളിൽ അതിന് ചൂരൽമല കുറച്ചും കൂടെ അപ്പുറമാണ്. മേപ്പാടിയുടെ താഴെ സ്ഥലങ്ങളിലൊന്നും കുടിവെള്ളം പോലും കിട്ടത്തില്ല. അതിന്റെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കാരാപ്പുഴ പ്രൊജക്ട്. കാരാപ്പുഴ പ്രൊജക്റ്റിൽ വെള്ളം കെട്ടി നിർത്താൻ തുടങ്ങിയപ്പോൾ അതിന്റെ സമീപത്തുള്ള എല്ലാ കിണറുകളും ഓട്ടോമാറ്റിക്കായിട്ട് നിറയുകയാണ് ഉണ്ടായത്. അതായത് ഓടുന്ന വെള്ളത്തെ നടത്തുകയും നടത്തുന്ന വെള്ളത്തെ ഇരുത്തുകയും ഇരുത്തുന്ന വെള്ളത്തെ കിടത്തുകയും, അതായത് ഉറക്കുകയും കൂടെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ വെള്ളം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലോട്ട് പെനിട്രേറ്റ് ഇറങ്ങുകയും നമ്മുടെ ഓപ്പൺ വെല്ലുകളിൽ, അതായത് തുറസായ കിണറുകളിലൊക്കെ നീരുറവ് ഉണ്ടാകുകയും, അത് ഇപ്പോഴുള്ള നമ്മുടെ പാലക്കാട് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് കുഴൽക്കിണർ അടിക്കേണ്ട സ്ഥിതി പോലെ നമ്മുടെ ഇപ്പൊ കേരളത്തിലും പല ജില്ലകളിലും കുഴൽക്കിണർ അടിക്കേണ്ട സ്ഥിതി വരുന്നത് കൊണ്ടും ഇത് മുൻനിർത്തി ഈ വെള്ളത്തെ നോക്കണം. അപ്പൊ ചെടികളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തില് നട്ട് നനയ്ക്കുക എന്നൊരു പോളിസി ഉണ്ട്. അതായത് നട്ട് കഴിഞ്ഞാൽ ഉടൻ നനയ്ക്കുക. ചെറിയ പ്രായത്തിൽ ഓരോ ചെടിക്കും വെള്ളം കൊടുക്കുന്നതിന് വിവിധ തരത്തിലുള്ള നേരമുണ്ട്, സമയമുണ്ട്, അതിന്റെ കാലമുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് കൃഷിയിൽ ചെയ്യുക. അപ്പോൾ ചെറിയ പ്രായത്തിൽ ചെറുതായിട്ട് നനയ്ക്കുക. അത് 2 നേരം, പച്ചക്കറിയുടെ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിലും ചെറിയ തൈയാകുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ വെള്ളത്തിന്റെ കൺസംഷൻ, അതായത് വെള്ളത്തിന്റെ ഉപയോഗത്തിനനുസരിച്ച് മാത്രം കൊടുക്കുക. ഇനി തുറസായ തലത്തിൽ നടുകയാണെങ്കിലും ചെറുതായിട്ട് നടുക. ഇനി നനയ്ക്ക് ഏതാണ്, രാവിലെ നനയ്ക്കണോ വൈകുന്നേരം നനയ്ക്കണോ? ഇത് അടുത്ത ചോദ്യം വരും. അതായത് ഏറ്റവും നല്ല വൈകുന്നേരങ്ങളിൽ മാത്രം നനയ്ക്കുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, വൈകുന്നേരങ്ങൾ നിങ്ങൾ ഒരു 5 അല്ലെങ്കിൽ 6 മണിക്ക് നനച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം വെളുക്കുന്നവരെയുള്ള 6 മണി വരെ, അതായത് 12 മണിക്കൂർ ഈർപ്പം ആ മണ്ണിൽ ഉണ്ടാവും. പിന്നെ അടുത്തത് 6 മണി തുടങ്ങി 9 മണി നേരം സൂര്യപ്രകാശം വരുന്നത് വരെയുള്ള ആ ടൈം, 9 മണി കഴിയുമ്പോഴാണ് സൂര്യപ്രകാശവും നമ്മുടെ കാറ്റും അടിച്ച് എവാപറേഷൻ നടക്കുന്നത്, അതായത് ബാഷ്പീകരണം നടക്കുന്നത്. അതായത് ഏകദേശം 15 മണിക്കൂർ ഈർപ്പം ചെടിയുടെ ചോട്ടിൽ കിട്ടുന്നു. ആ ഈർപ്പമാണ് ഏറ്റവും കൂടുതൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ പകല് നനച്ചു കഴിഞ്ഞാല് രാവിലെ 6 മണിക്ക് ശേഷം നനയ്ക്കുന്ന 6 തുടങ്ങി 9 മണിയാകുമ്പോൾ സൂര്യപ്രകാശവും കാറ്റിന്റെയും ഫലമായിട്ട് നമ്മൾ ഒഴിച്ച വെള്ളം നഷ്ടപ്പെടും. എന്നാൽ ചില ഇനം പച്ചക്കറികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി ഒന്ന് അടിവരയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ചില ഇനം പച്ചക്കറികൾ ഒരിക്കലും വൈകുന്നേരങ്ങളിൽ നനയ്ക്കാൻ പാടുള്ളതല്ല.
ആ ഇനത്തിൽ വരുന്നതാണ് തക്കാളി. തക്കാളിയിൽ കൂടുതലും വൈകുന്നേരങ്ങൾ നനച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ആക്രമണം ഏറ്റവും കൂടുതലാണ്. അത് സോഫ്റ്റ് വുഡാണ്, വളരെ മൃദുവായിട്ടുള്ളതാണ്. ഇതിന് വാട്ടർ രോഗം വരും. ഇതൊക്കെ വ്യാപിക്കാനുള്ള കാരണവും ഈർപ്പം കൂടുതൽ കെട്ടി നിൽക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഈർപ്പത്തിന്റെ അംശം കൂടുതലുള്ളപ്പോഴുമാണ്. അതുകൊണ്ട് തക്കാളിക്ക് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പകല് നനച്ചാൽ മതി, വൈകുന്നേരം നനയ്ക്കരുത്. അതായത് വൈകുന്നേരം നനച്ചാൽ 15 മണിക്കൂർ ഈർപ്പം കിട്ടും. ആ ഈർപ്പത്തിനാല് പിന്നെ ഫംഗസും ബാക്ടീരിയയും ഒക്കെ വേഗത്തിൽ വളരുകയും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ വേഗത്തിലാകുകയും അത് ആ ചെടിയുടെ രോഗത്തെ 10 മടങ്ങ് വേഗത്തിലാക്കുകയും. എന്നാൽ പകലാണെങ്കിൽ 3 മണിക്കൂറേ ഈർപ്പം കിട്ടുള്ളൂ. 6 മണിക്ക് നനച്ചാല് 9 മണിയാകുമ്പോഴത്തേക്കും സൂര്യപ്രകാശവും അതുപോലെ തന്നെ കാറ്റും ലഭിക്കുമ്പോൾ അതുകൊണ്ട് മണ്ണ് വരളാൻ തുടങ്ങും. അതായത് മണ്ണിന്റെ ഈർപ്പം കുറയുകയും ആ ഡ്രൈനെസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു രോഗം വന്നാൽ അത് ഒന്നിൽ കൂടുതൽ ചെടിയിലേക്ക് വ്യാപിക്കുകയോ ആ ചെടിയിൽ തന്നെ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ആ ഫംഗസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലാകാതിരിക്കുകയോ ചെയ്യും. ഇനി എവിടെയാണ് നനയ്ക്കേണ്ടത്? അടുത്ത ഒരു ചോദ്യമാണ്, ഒരു ചെടിയുടെ എവിടെയാണ് നനയ്ക്കേണ്ടത്? നമ്മളെല്ലാവരും ആ തണ്ടിന്റെ ചോട്ടിൽ കൊണ്ട് നനയ്ക്കും. ശരിക്കും അങ്ങനെയല്ല. അതായത് കാനോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്. ഇത് നിങ്ങൾ ആ ടേം ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. അതിന്റെ ഇലച്ചാർത്ത് എവിടം വരെയുണ്ട്. അതായത് ഇലച്ചാർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട നിവർത്തി നിൽക്കുന്നത് പോലെ ആ ചെടി നിൽക്കുകയാണെങ്കിൽ ആ ഇലച്ചാർത്ത്, അതായത് കുട നിവർത്തി നിൽക്കാൻ വെള്ളം വീണാല് അതിന്റെ ബൗണ്ടറിയിലാണ് ഏറ്റവും, അവിടെയാണ് ചെറുവേരുകള് ചെടിയിലുള്ളത്. ആ വേരുകള് എടുത്ത് അവിടെയാണ് നമ്മൾ വളവും ബാക്കിയുള്ളതും ചെയ്യുന്നത്. ഇനി നമുക്ക് വേറെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ തുള്ളിനന ചെയ്യാം, തിരിനന ചെയ്യാം, അങ്ങനെ ഇത്. അതുപോലെ തന്നെ ഒരു ചെടിയുടെ യൗവന കാലത്ത്, അതായത് ശാഖ ഉപശാഖയായിട്ട് ചെടി ഇതാകുമ്പോൾ, ഒരു പയറ് നട്ട് കഴിഞ്ഞാൽ ഒരു 35 തുടങ്ങിയിട്ട്, അതായത് ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞ് 30ാമത്തെ ദിവസം, 25 കഴിഞ്ഞ് 30ാമത്തെ ദിവസം തുടങ്ങി ശാഖ ഉപശാഖയായി ചെടി കുറച്ചും കൂടെ വരും. അതായത് ഒരു ചെടിയുടെ യൗവനകാലം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വെള്ളം കൊടുക്കാതെ ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഭൂമിയിലാണെങ്കിൽ, അതായത് ഗ്രോ ബാഗിലാണുള്ള കണ്ടീഷൻ അല്ല ഞാൻ പറയുന്നത്, ഓപ്പൺ മണ്ണിലാണ്, ഓപ്പൺ എയറിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ കൊടുത്താൽ വേരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ വെള്ളത്തെ അന്വേഷിച്ച് കുറച്ചും കൂടെ താഴേക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞാൽ കായ്ഫലം വരുമ്പോൾ അതനുസരിച്ച് മാറുക. അതുപോലെ തന്നെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് വെള്ളം കൊടുക്കുക. കായ പിടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളമില്ലാതെ, ഇനിയിപ്പോ ഗ്രോ ബാഗിലൊക്കെയാണ് സെബ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതായത് പൊട്ടാസ്യം അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിഷരഹിതമായിട്ടുള്ള ഒരു പോളിമർ ആണ്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹൈഡ്രോ ജെല്ലുകള്, ഹൈഡ്രോ ടാബുകള്, ഇതൊക്കെ എന്ത് ചെയ്യാം, വെള്ളത്തിന്റെ സംഭരണത്തെ നമുക്ക് ചെയ്യും. അതായത് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുമായിട്ട് മിക്സ് ചെയ്ത്, മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ആ ഒരു പോയിന്റ് 1 ഗ്രാം 200 മില്ലി വരെ വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള കഴിവുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ സെബ പോലെയുള്ള, അതുപോലെ തന്നെ ഹൈഡ്രോ ജെല്ലുകൾ. അതായത് കുട്ടികളുടെ ഇതിലും പെൺകുട്ടികളുടെ ഇതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള നാപ്കിൻ സൈസ് സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന ജെല്ല് പോലെയുള്ളതാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തെ അബ്സോർവ് ചെയ്യും. ഇവ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം കുറയുമ്പോൾ മണ്ണിലേക്ക് വിട്ടു. അതുപോലെ തന്നെ ചെടിക്ക് വേറൊരു മെത്തലോ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. അത് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചാൽ നമുക്ക് ഗ്രോ ബാഗുകളിലൊക്കെ ആണെങ്കിൽ, ടെറസിലൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളവും വെള്ളവും കൂടെ കൂട്ടിയിട്ട് ചെയ്യാം. പിന്നെ വരൾച്ച നിവാരണിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ 5 കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ 5 കാര്യങ്ങള് ആദ്യത്തെ ഒരു ഗ്രേഡാണ്. ഇനി ഒരു 5 കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതില് ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? 10 കാര്യങ്ങളാണ് നമ്മൾ കൃഷിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് സൂര്യപ്രകാശം. അത് സൂര്യപ്രകാശത്തിന്റെ കൊയ്ത്ത് വളരെ അനിവാര്യമാണ്. രണ്ടാമത്തത് മണ്ണിന്റെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ട് pH തുടങ്ങിയിട്ട് ജൈവ വളങ്ങൾ തുടങ്ങിയിട്ട് ഇട്ടുകൊടുത്ത് മണ്ണിന്റെ ജീവൻ പുനർസൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തത് വിത്ത് ഗുണം. ഒരു വിത്ത് എങ്ങനെ തെരഞ്ഞെടുക്കണം, എവിടെയുള്ള ഒരു വിത്തായിരിക്കണം തെരഞ്ഞെടുക്കണം, രോഗ കീടബാധ ഇല്ലാത്തടത്തുനിന്ന് വിത്ത് തെരഞ്ഞെടുക്കണം, അതിന്റെ ആകാര ഭംഗി, ബാക്കിയുള്ളത് ആ പറഞ്ഞ പോയിന്റ്സുകൾ കംപ്ലീറ്റ് നമ്മൾ മുൻനിർത്തിയിട്ട് വേണം ചെയ്യാൻ. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ മണ്ണില് നമ്മൾ ഓപ്പൺ എയറിലാണ് എങ്കിൽ, തുറസായ സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ നീർവാർച്ച ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തത് മണ്ണൊരുക്കമാണ്. അതിനകത്താണ് ഒരു വിത്തിന്റെ താഴ്ച എത്ര അകലത്തിൽ നടണം, അത് ഏത് സീസണിൽ നടണം എന്നതിനനുസരിച്ച് തടമെടുക്കണോ തട്ടെടുക്കണോ, ഇതൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ അഞ്ചാമത്താണ് ജലത്തിന്റെ ഉപയോഗം. ജലത്തിന്റെ ഉപയോഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെടിക്ക് എപ്പോൾ, എങ്ങനെ, എവിടെ. നേരത്തെ പറഞ്ഞ ആ ചോദ്യങ്ങളൊക്കെ
ഏതൊരു വിഷയത്തിനും അതേ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഈ രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്കറിയാം എവിടെ എങ്ങനെ ഒക്കെയാണ് വെള്ളം നനയ്ക്കേണ്ടതെന്നും ആ വെള്ളത്തിന്റെ ഉപയോഗവും ഞാൻ പറഞ്ഞു. ആ രീതിയിൽ ആ ചെടിയെ നമുക്ക് കരപിടിച്ച് കൈ ഉയർത്തി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോഴ് ഈ 10 കാര്യങ്ങളിലെ ആദ്യത്തെ 5 കാര്യങ്ങളാണ് ഞാൻ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള 5 കാര്യങ്ങളും കൂടെ പഠിക്കാം. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സൂര്യപ്രകാശത്തിന്റെ ഇതില് നമ്മൾ ആദ്യത്തെ കാര്യം പറഞ്ഞു. പിന്നെ വരുന്നത് നമുക്ക് ഇനിയുള്ളത് ജലസേന. ഇനി വളം. എന്താണ് ചെടിക്ക് വളം കൊടുക്കേണ്ടത്? നിങ്ങളുടെ ചെടി ഉഷാറാകുന്നില്ല, നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്താലേ അവർക്ക് രോഗപ്രതിരോധ ശേഷിയും കീടപ്രതിരോധ ശേഷിയും അല്ലെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാനും പിന്നെ ഊർജ്ജസ്വലമായിട്ട് നടക്കാനും അവനെ കൊണ്ട് പറ്റുള്ളൂ. അതേപോലെ ചെടികളെ നോക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ചെടിക്ക് വേണ്ട ആഹാരം കൊടുത്ത് അതിന് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ, അതായത് രോഗപ്രതിരോധ ശേഷിയും കീടപ്രതിരോധ ശേഷിയും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനകത്ത് വളപ്രയോഗം ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഒരു തീരെ വയ്യാത്ത ചെടിക്ക് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, അതായത് പിന്നെ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള രാസവളങ്ങൾ കൊടുത്ത് അതിന്റെ ജീവൻ നിലനിർത്തുന്ന പോലെ തന്നെ ജൈവവള ആ വളപ്രയോഗത്തില് ഏതൊക്കെ ജൈവവള പ്രയോഗം വേണോ, രാസവള പ്രയോഗം വേണോ, ഏതൊക്കെ ജൈവവള കൂട്ടുകള് നമുക്ക് വളരെ, അതായത് കർഷകന്റെ പോക്കറ്റ് കീറാതെ വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിലുണ്ടാക്കാം. നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു വിധത്തിലും പോക്കറ്റ് കീറാതെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതി. അതാണ് 6ാമത്തെ പോയിന്റ്. രോഗത്തെ തിരിച്ചറിയണം, കീടത്തെ തിരിച്ചറിയണം. 5ഉം 6ഉം 7ഉമാണ്. സോറി, 7ഉം 8ഉമാണ്. രോഗം എങ്ങനെയാണ് ഒരു ചെടിയിൽ വരുന്നത്, അവന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവനെ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ അവനെ തടഞ്ഞു നിർത്തണം. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ഒരു കീടം ആക്രമിക്കുക, ആ കീടം വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അതായത് കീടം വന്ന് നമ്മുടെ ചെടിയിൽ ഇരുന്നാൽ പോലും നമ്മുടെ ചെടിയെ ഒന്നും ഉപദ്രവിക്കാത്ത രീതിയിൽ വിടണമെങ്കിൽ അതിനെന്ത് ചെയ്യാം? അതായത് ഒരു കള്ളൻ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആക്രമിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രൊട്ടക്ഷൻ നടപടികൾ നടത്തുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ നടത്തുന്ന പോലെ തന്നെ ചെടികളിൽ കൊടുക്കേണ്ട ആരോഗ്യം കൊടുത്ത് അതിന്റെ ഇമ്മ്യൂണിറ്റി പവർ, അതായത് അതിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം. ഇനി 9ാമത്തത്, അതായത് രോഗം വരുന്ന വഴവ്, അതുപോലെ കീടത്തെ തിരിച്ചറിയണം, അതിനനുസരിച്ചേ പറ്റുള്ളൂ. അപ്പൊ കീടം എന്ന് പറഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്നതുകൊണ്ട്, തണ്ട് തുറക്കുന്നതുകൊണ്ട്, പുഴുവുണ്ട്, ബാക്കിയുള്ള ഇവരെയൊക്കെ നമ്മൾ അവൻ വരുന്നത് അനുസരിച്ചിട്ട് അവനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും അവന്റെ ഓരോ സ്റ്റേജുകളും, അത് മണ്ണിലുള്ള സ്റ്റേജ് ഉണ്ടാവും, പിന്നെ നമ്മുടെ വിളയുടെ ഉള്ളിലുള്ള സ്റ്റേജ് ഉണ്ടാവും, അതിനുശേഷം. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതുകൊണ്ട്. ഇനി രോഗത്തെയും കീടത്തെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രോഗ കീട നിയന്ത്രണം, അതിന് വേണ്ട ജൈവ കീടനാശിനി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രീതി. അതിനു വേണ്ടിയിട്ട് ദീപധൂമ പുഷ്പതാപ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വിദ്യകൾ, അതായത് ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ പൈസ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചെടിയിൽ നിങ്ങൾ വളർത്തുന്ന പച്ചക്കറിത്തോട്ടത്തിന് കീടരോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ തുച്ഛമായ പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രകൃതിയെ നിയന്ത്രിച്ചുകൊണ്ടാണ്. നേരത്തെ അതിനകത്ത് 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. ഒന്ന്, ചങ്ങാതി ചെടികള്, അതുപോലെ തന്നെ ഇന്ന ആൾക്കാര്, നമ്മൾ കുറച്ച് തുമ്പി, തവള, ബാക്കിയുള്ള ഇവയൊക്കെ നമ്മുടെ കൃഷിയിടത്തില് എന്താകണം? നിത്യസന്ദർശകരാകുന്നത് പോലെ ആക്കിയെടുക്കുന്ന കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെ രോഗകീട നിയന്ത്രണം. പിന്നെ വിളവെടുപ്പ് കൊണ്ട് മാത്രം നടക്കുന്നില്ല, വിപണിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ആക്കുന്ന രീതി. ഒരു ചെറിയൊരു കഥയും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. വിളവെടുപ്പും വിപണിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. ഇതിനൊരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളാണെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതായത് കർഷകന്റെ ഉൽപ്പന്നങ്ങൾ. നിങ്ങളൊരു പേന ആണ് മേടിക്കാൻ കടയിൽ പോവുകയാണെങ്കിൽ പേനയ്ക്ക് മാനുഫാക്ചർ ഇട്ടിരിക്കുന്ന 10 രൂപയായിരിക്കാം അതിനകത്ത് പറയുന്നത്. അതിനകത്ത് കച്ചവടക്കാരന്റെ ലാഭം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതിന്റെ വില പറയുന്നത് മാനുഫാക്ചർ ആണ്. ഇനി ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഒന്ന്, നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ചെറിയ കഥയായിട്ട് ഞാൻ പറയാം, 2 മിനിറ്റും കൂടെ. ഇതാണ്, ഒരു കർഷകൻ ഒരു വാഴ നട്ട് 9 മാസം അല്ലെ 10 മാസം കഷ്ടപ്പെട്ട് ഒരു 11.5 കിലോ ഒരു വാഴക്കൊല ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ തൂക്കി കൊണ്ടുപോയി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കൊടുത്താല് ഇതിന്റെ ഉത്തരം എനിക്ക് വേണ്ട, നിങ്ങൾക്ക് അതിന് വില കൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ പറയുന്നു, നിങ്ങൾ 70 രൂപയ്ക്കാണ് നിങ്ങൾ പഴം വെക്കുന്നതെങ്കിൽ എനിക്കൊരു 60 രൂപ തരണം അല്ലെങ്കിൽ 50 രൂപ തരണം എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ലാതെ വരുന്നു. അതാണ് കർഷകന്റെ വില എന്താണോ തിരിച്ചറിയുക. അതിനുള്ള സോഴ്സും ഉണ്ട്, ഞാനത് പിന്നെ പറയാം. 2ാമത്തത്, ഇതിനെടുത്ത സമയം, നിങ്ങൾ ഒരു 9 അല്ലെങ്കിൽ 10 മാസം നിങ്ങൾ കഷ്ടപ്പെട്ടു. എന്നാൽ ഈ സാധനം അവിടെ കൊടുത്തു, അതിനകത്ത് കാളാമുണ്ടനെ 1.5 കിലോയും കുറച്ച് എല്ലാം അവിടെ കൊടുത്ത് 10 കിലോ 200 രൂപ കിട്ടി. നിങ്ങൾ പോയി 20 രൂപ കിട്ടിയപ്പോൾ നിങ്ങൾ തടിയെടുത്തു. പിന്നെ ഈ
മേടിച്ച കൊല തൊട്ട് പുറകിലുള്ള കുമ്മട്ടിക്കടയുടെ പുറകിലുള്ള ചെറിയൊരു കുഴിയിൽ വെച്ച് 2 ദിവസം കൊണ്ട് ഒന്ന് കളറാക്കി, അതായത് പഴുപ്പിച്ചിട്ട് ആ പിന്നെ കടയുടെ കോർണറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വില നിങ്ങൾ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിന് ആ ഒരു കടയുടെ, നിങ്ങൾ ഇതിനകത്ത് കടക്കാരുണ്ടാവും, വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല, ആ കടക്കാരൻ പറയുന്ന വിലയാണ്. അതിനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ ആ വഴിക്ക് പോയിട്ട് 2 കിലോ വെളിച്ചെണ്ണയും മേടിച്ച് പഴവും മേടിച്ചിട്ട് പഴത്തിന്റെ ചിപ്സ് ഉണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിലിട്ട് 150 തുടങ്ങി 300 അര കിലോയ്ക്കും അല്ലെങ്കിൽ 1 കിലോയ്ക്ക് 300 രൂപ വെച്ചിട്ട് വിറ്റു. അതിനും നിങ്ങൾക്ക് പിന്നെ വാങ്ങാൻ പോകുന്നവർക്കല്ല, ഉണ്ടാക്കിയ ആൾക്കാണ്. അപ്പോൾ കർഷകന്റെ വില തിരിച്ചറിയണം. വാഴക്കൊലയ്ക്ക് നിങ്ങൾ പറയുന്ന വില കിട്ടണമെങ്കിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികളായിട്ട് രൂപീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പൊ നമ്മളെ ഇപ്പൊ വീട്ടിൽ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം എന്നതിലുപരി നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അത്രയും ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ഞാൻ നമ്മുടെ സമയം അതിക്രമിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് ഞാൻ നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് വരികയാണ്. ഈ കാര്യങ്ങളെല്ലാം ഒരുവിധമെങ്കിലും മനസ്സിലായോ? സ്പീഡ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? സാറേ, ഒരു സംശയം, ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ പച്ചക്കറി ഏതെല്ലാം പറയുമോ? ഈ മഴക്കാലം അതിന്റെ ഓരോന്നിനും ഓരോ ഇനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ചാർട്ട് ഞാൻ തരുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു ചാർട്ട് തരുന്നുണ്ട്. ആ ചാർട്ടിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനകത്തെ ഒരു തൈ എത്ര, അല്ലെങ്കിൽ ഒരു പച്ചക്കറി തൈ ഏതൊക്കെ സീസണിൽ എങ്ങനെയൊക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് മഴക്കാലം, എല്ലാം കൂടെ ഉള്ളൊരു ചാർട്ടാണ്. അതിന്റെ ഒരു PDF ഫയല് ഞാൻ ഒന്നിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഓരോ സീസണിൽ ചെയ്യേണ്ടത് ഏത് മാസം ഏതൊക്കെ ഇനം ചെയ്യാമെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, കാര്യം വ്യക്തമായില്ലേ? ഓക്കെ, ശരി സാർ. ശരി. ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു സാറേ. ഈ മണ്ണിന്റെ pH മൂല്യം പരിശോധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. pH മൂല്യം പരിശോധിക്കുന്നതിന് നമുക്ക് pH മീറ്ററുകൾ ലഭ്യമാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ വിശ്വാസ്യത എങ്ങനെയാണ്? അതെങ്ങനെ ലഭിക്കും? അത് വിശ്വസിക്കാവുന്നതാണോ? ഇപ്പൊ ഞാൻ എല്ലാ വിധത്തിലുള്ള 2-3 ടൈപ്പ് pH മീറ്ററുകൾ, അതായത് മണ്ണ് സാമ്പിളിന്റെ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ട് തരായിരുന്നു. അപ്പോഴ് അതിനകത്ത് നോർമൽ കേസിൽ pH നോക്കാൻ വേണ്ടിയിട്ട്, അതായത് pH മൂല്യം എന്ന് പറഞ്ഞാൽ 1 തുടങ്ങി 14 വരെ അങ്കനം ചെയ്ത ഒരു ടേബിളാണ്. 7 ന്യൂട്രൽ, താഴേക്ക് പോയാൽ 6 pH കൂടി, അതായത് അസിഡിറ്റി കൂടി, 5 വീണ്ടും കൂടി, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് ന്യൂട്രലൈസ് ചെയ്യാനാണ് നമ്മൾ കുമ്മായി ഉപയോഗിക്കുക. ചേട്ടൻ പറഞ്ഞ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമുക്ക് മണ്ണ് സാമ്പിൾ എടുത്ത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. പിന്നെ pH മീറ്റർ ആയിട്ട് 2000 തുടങ്ങി 3000, 3500ന്റെ pH മീറ്റർ കിട്ടുന്നുണ്ട്. 4 ഫാക്ടർ അടങ്ങി, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, EC ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മീറ്റർ കിട്ടാനുണ്ട്. അത് കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പിന് മേടിക്കുകയായിരിക്കും നല്ലത്. എന്നിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കുത്തി നോക്കിയിട്ട് പറയാൻ കഴിയും. അതിനോടൊപ്പം തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പിന്നെ ചെറിയ കാർഡുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ളതാണ്. pH മീറ്റർ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ വരെ കിട്ടുന്നുണ്ട്. 100% ഓക്കെയാണ്. അത് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മണ്ണ് എടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അതേ രീതിയിൽ തന്നെ. മിക്കവാറും ഞാനൊക്കെ ഉപയോഗിക്കുന്നത് pH മീറ്ററിൽ ഈ സിമ്പിൾ ആയിട്ട് നമുക്ക് റീഡിങ് അപ്പൊ തന്നെ അറിയാൻ പറ്റും, ഒരു ആവറേജ്. അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും നല്ലത് pH നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ മതി, പച്ചക്കക്ക പൊടിച്ച് ഇട്ടാൽ മതി. അതൊരു സൂചകമാണ്. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഔലൂസ് പൊടി പോലെ അല്ലെങ്കിൽ ഒരു അരിമണിയുടെ വലിപ്പമുള്ള പൊടി ഉണ്ടാവും, വളരെ നൈസ് പൊടി ഉണ്ടാവും. അപ്പൊ ആ അരിമണി പോലെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട ഒരു പ്ലോട്ടില് ആ അരിമണി പോലെ കിടക്കുന്ന കക്കായുടെ അവശിഷ്ടം ബാക്കിയുണ്ട് എങ്കിൽ നിങ്ങളുടെ മണ്ണിന്റെ pH ന്യൂട്രലാണ്. പിന്നെ അത് കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ മണ്ണിന്റെ pH താഴെ പോയി എന്ന് കൂട്ടാം. കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കാലിബർ ചെയ്യാന്ന് പറഞ്ഞൊരു മെത്തേഡൊക്കെ ഉണ്ട്. അതൊരു ഇച്ചിരി റിസ്ക് ആണ് ഉപകരണത്തില്. വ്യക്തമായോ ചേട്ടാ? അപ്പം മീറ്ററുകൾ ഇപ്പം നമ്മുടെ പിന്നെ ദയാൽ സാറിന്റെ ഒക്കെ ടീമുകളിൽ കൊടുക്കുന്നുണ്ട്.
അപ്പം അതുപോലെ തന്നെ കൃഷിഭവനിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ pH നോക്കി കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ ഓരോ ജില്ലയിലും ഓരോ സ്ഥലങ്ങളുണ്ട്. പിന്നെ ആവറേജ് അറിഞ്ഞാൽ മതിയെങ്കിൽ മണ്ണെന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെ. അപ്പൊ അത് നിങ്ങളുടെ ഒരു വൈഡ് ഏരിയയിലെ ഒരു ശരാശരി മണ്ണിന്റെ pH-നെ പറ്റി അതിനകത്തുണ്ടാവും. അത് മണ്ണെന്ന് പറഞ്ഞ ആപ്പ് അടിച്ചിട്ട് നിങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളുടെ ആ ലൊക്കേഷന്റെ ഏകദേശ pH-ന്റെ അളവ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ സിമ്പിൾ ആണ്, അതൊരു ആവറേജേ കിട്ടുള്ളൂ കേട്ടോ ചേട്ടാ. പക്ഷെ pH നമുക്ക് സിമ്പിൾ, വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ വളപ്രയോഗത്തിൽ നമ്മളൊരു കാര്യം പറയാം. ജീവാമൃതം, അതിനകത്ത് ജീവാമൃതം, അമൃതപാനി അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, അതില് അമൃതപാനി അല്ലെങ്കിൽ ജീവാമൃതം ഒരു 5 തവണ നിങ്ങളെ മണ്ണില് ഓരോ 15 ദിവസം കൂടുമ്പോഴും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് pH ന്യൂട്രലൈസ് ചെയ്യും. കാര്യം മനസ്സിലായോ? മനസ്സിലായി. അപ്പം ഇതൊക്കെ അതിനകത്തൊരു ഇതാണ്. pH മീറ്ററിന് 450 രൂപ അടങ്ങിയിട്ട് ചിലപ്പോൾ പിന്നെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കിട്ടും. ജെനുവിൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന്, നല്ല ഗ്യാരണ്ടി ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ മേടിക്കുകയായിരിക്കും ഏറ്റവും ഉചിതം. 2000-2500 ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. ഒരെണ്ണം മേടിച്ചാൽ മതി. അത് ഡിജിറ്റൽ തന്നെ മേടിക്കാം. അതിന് തന്നെ അനലോഗ് ടൈപ്പും ഉണ്ട്. എനിക്ക് തോന്നിയത് ഡിജിറ്റൽ ആയിരിക്കും നമുക്കൊക്കെ സാധാ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഉചിതം. ഓക്കെ, നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാ നമ്മള് വളപ്രയോഗം നടത്താൻ പറ്റുന്നത്? ഏത് കുമ്മായം ഇട്ടിട്ടാ? ഡോളോമൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 15 ദിവസം കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഈ ഡോളോമൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചിലർ 10 ദിവസം കഴിഞ്ഞാലും ഉപയോഗിക്കാം. ഡോളോമൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ പാറപ്പൊടിയാണ്. അതായത് അത് മേടിക്കുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒന്ന് ഇത് കുറ്റം പറയുന്നതല്ല കേട്ടോ, കർണാടക തമിഴ്നാട് നിന്ന് മേടിക്കുമ്പോൾ അതിന്റെ അടുത്ത് തന്നെ ഒരു ഫാക്ടറിയുടെ, അതായത് സിമെന്റ് ഫാക്ടറിയുടെ ഉപ ഉൽപ്പന്നമായിട്ടാണ് വരുന്നത്. അതിനകത്ത് അഡീഷണൽ ആഡ് ചെയ്യാണ്. പക്ഷെ ഏറ്റവും നല്ല ഡോളമൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയ്പൂര്, രാജസ്ഥാനിലെ ജയ്പൂരിലെ വലിയൊരു പർവ്വത സമൂഹമാണ്. ആ പർവ്വതം പൊടിച്ച ആ മണ്ണാണ്. അത് ഡയറക്റ്റ് മണ്ണിൽ കൊണ്ടുവന്നിടുന്നത് വേറൊരു സ്ഥലത്തെ മണ്ണ് കൊണ്ടുവന്നിടുന്നതിന് തുല്യമാണ്. അത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരു ന്യൂട്രലൈസേഷൻ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 5 അല്ലെങ്കിൽ 10 ദിവസം നമ്മൾ പറയുന്നത്. ഏറ്റവും നല്ലത് മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് വേറൊരു സ്ഥലത്ത് ഒരു മണ്ണും കൂടെ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വളം കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ എങ്കിൽ ചൂളയിൽ വെച്ച് നീറ്റുകക്കായാണെങ്കിൽ ഈ പരിപാടി പറ്റത്തില്ല. 15 ദിവസം നിർബന്ധമായിട്ടും ഒഴിവാക്കും. അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ വാല്യൂ ഹൈ ആണ്, ന്യൂട്രലൈസ് ചെയ്തു പോകും. അത് രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലും ഈ 15 ദിവസം കഴിഞ്ഞിട്ട്, അതായത് മണ്ണ് കഴുകി വൃത്തിയാക്കപ്പെട്ടതിന് ശേഷം ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, ഈ നമ്മളെ ഇപ്പൊ ഹൈബ്രിഡ് വിത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ നടുവല്ലോ, നട്ടിട്ട് അതിനകത്ത് തന്നെ നമുക്ക് അടുത്ത വർഷത്തെ കൃഷിക്കുള്ള വിത്ത് എടുക്കാൻ പറ്റുമോ? ചിലതില് നമുക്ക് ഗാമാകിരണങ്ങൾ ഉപയോഗിച്ചിട്ട് അത് വിത്ത് ഉൽപാദന കേന്ദ്രങ്ങൾ ചെയ്യുന്നതാണ്. ഏറ്റവും ഹൈബ്രിഡ് നല്ല വിത്തുകൾ ഉണ്ടാക്കുന്നതിന്റെ ഇതിന് അടുത്ത ജനറേഷൻ ഉണ്ടാകാതെ കട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ളതുണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും നമുക്ക് വേറെ വലിയ പ്രോബ്ലം വരുന്നില്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് അത്രയും വലിയ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എത്തി തുടങ്ങിയിട്ടില്ല. അതായത് ഹൈബ്രിഡ് ചില വിത്തുകളെ കംപ്ലീറ്റ് അടുത്ത ജനറേഷന്, രണ്ടാമത്തെ തലമുറ ഉണ്ടാകാത്ത വിധത്തില് അതിനെ ഗാമാകിരണങ്ങളൊക്കെ ഉപയോഗിച്ച് അതിന്റെ ഇത് കട്ട് ചെയ്ത് കളയുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെ അതിൽ എടുക്കുകയാണെങ്കിൽ ആ വിത്ത് ഉൽപാദന ക്ഷമത അല്ല. അപ്പൊ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? അറിയാൻ പറ്റില്ല. അല്ല, അതിന് നോക്കുക നിങ്ങളൊന്ന് ചെറുതായിട്ട്. പക്ഷെ നമുക്ക് നമ്മുടെ നാടൻ വിത്ത്, ഒറ്റ കാര്യം പറയാം, വിത്ത് ഹൈബ്രിഡിലേക്കൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മണ്ണ് ഹൈബ്രിഡ് ആക്കിയാൽ, മണ്ണിന്റെ pH ക്ലിയർ ആക്കി, മണ്ണിന് വേണ്ട വളങ്ങളും മണ്ണിന്റെ മനസ്സും അറിഞ്ഞ് അതിന് വേണ്ട ജൈവവളങ്ങളും ബാക്കിയുള്ളതും ഒക്കെ കൊടുത്താൽ, നേരത്തെ പറഞ്ഞ പോലെ കുമ്മായം പോലും ഇടാതെ നിങ്ങളുടെ മണ്ണ് ഭംഗിയാവും. സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് ആ മണ്ണിൽ പതിക്കാത്ത വിധത്തിൽ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ അത് മതി. ചെടി അതേ രീതിയിൽ റിസൾട്ട് വരും. ഹൈബ്രിഡ് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് കൃത്യമായിട്ട് ഒരു വിപണിയാണ് അവർ കണ്ടെത്തുക. അടുത്ത സീസണിലും നമ്മുടെ തന്നെ അതേപോലെ തന്നെ ഉൽപാദന ശേഷി വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ആ വിത്തിന് തിരക്കി നമ്മൾ പോകത്തില്ല. അത് അപ്പോൾ ശ്രമം അവരുടെ ഇതിൽ നിന്ന് ഉണ്ടാകാം.
അതൊക്കെ ചിലത് പെർസെൻറ്റേജ് മാറ്റം ഉണ്ടാകാം. ഇപ്പൊ ഒരു 100 വിത്ത് എടുത്തിട്ട് 98 മുളയ്ക്കുന്നതിന് പകരം 50 മുളയ്ക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ പോകും. അത് ആ വിത്ത് ഉൽപാദന ഹൈബ്രിഡൈസേഷൻ നടത്തുന്നവർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതൊക്കെ ഒരു നമ്മളെ കേരള മറ്റേ അഗ്രോ യൂണിവേഴ്സിറ്റി അത് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അവിടുത്തെ ചെയ്യുന്നത് കംപ്ലീറ്റ് ക്രോസിംഗ് മാത്രമാണ്. ക്രോസിംഗ് ആണ്. ആ, നമ്മളെ എങ്ങനെ നമ്മളെ ഇപ്പൊ അവിടുത്തെ എന്താ പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണം നടത്തി എടുത്തുചാടുകളൊന്നും ഇല്ല. അവിടെ ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ 10 തുടങ്ങി ഒരു 15 വർഷം. ഇപ്പൊ നോക്കുക, പുതിയ മരുന്ന് ഇറങ്ങി കഴിയുമ്പോൾ അത് ബാൻ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 20 വർഷത്തെ നിരീക്ഷണം നടത്തിയിട്ടാണ് ആ മരുന്നിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടാണ് അവനെ തുടച്ചു നിൽക്കുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി അത്രയും വിലയിരുത്തിയിട്ടാണ്, അല്ലാതെ എടുത്തുചാട്ടം ഒന്നുമില്ല. ഇപ്പൊ വേറൊരു തമാശയും കൂടെ പറയാം, സീരിയസ് ആയിട്ട് എടുക്കരുത്. അതായത് ഒരു കാർഷിക യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തായിരിക്കാം ഏറ്റവും കൂടുതൽ നഴ്സറികളുള്ളത്. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഇപ്പൊ തെങ്ങിൻ തൈ നടാൻ വേണ്ടിയിട്ട് തേങ്ങ കൊണ്ടുവന്ന് പാകി കഴിഞ്ഞാല് ഇത്ര ദിവസം കഴിഞ്ഞാൽ, ഇത്ര മാസം കഴിഞ്ഞാൽ ഇത്ര ഇഞ്ച് മുള പൊട്ടിയിരിക്കണം എന്നുണ്ട്. ആ സമയത്ത് പൊട്ടാത്തവയൊക്കെ എടുത്ത് പുറത്തേക്ക് കളയും. മനസ്സിലാവുന്നുണ്ടോ ചേട്ടാ? മനസ്സിലായി. ഈ പുറത്തേക്ക് കളയുന്നത് കണ്ടം ചെയ്ത് കളയുക എന്നാണ് പറയുക. അതായത് അത്ര ടൈം ബോണ്ടായിട്ട് കിളിക്കാത്തതിന് അവന് കിളിക്കാനുള്ള ശേഷി കുറവാണെന്ന് പറഞ്ഞിട്ടാണ് എടുത്ത് ഒഴിവാക്കുന്നത്. മനസ്സിലായില്ലേ? അത്രയും പിന്നെ കൃത്യമായി നിരീക്ഷണ ബുദ്ധിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി സ്കൂട്ടണി ചെയ്ത് എടുക്കുന്നതാണ് ആ വിത്തുകൾ, ആ തൈകൾ. അപ്പൊ അതിന് അത്രയും ജെനുവിനിറ്റി ഉണ്ട്. പിന്നെ അതും ഇപ്പൊ ലാർജ് സ്കെയിലിലേക്ക് വരുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ചില സമയങ്ങളിൽ ചില മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. അത് എല്ലായിടത്തും വരുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ജെന്യുവൻ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വിത്ത് സെലക്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പിന്നെ 10-100 കാര്യങ്ങളിൽ നമ്മളാകെ പറഞ്ഞത് 10-15 പറഞ്ഞുള്ളൂ. ഈ 15 കാര്യങ്ങളും 100% ഓക്കെ ആയിട്ട് എടുത്തു കഴിയുമ്പോഴാണ് ഇതിനകത്ത് വേറൊരു ഭംഗി വരുന്നത്, അതിനൊരു സത്യാവസ്ഥ വരുന്നത്. അപ്പൊ ആ 100% ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം സെലക്ട് ചെയ്തെടുക്കും, ബാക്കിയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. അപ്പൊ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കർഷകരുടെ ചില മെത്തേഡ്സ് ഉണ്ട്. നല്ലൊരു വിത്ത് തിരഞ്ഞെടുക്കാൻ എല്ലാം എടുത്ത് ഒരു 100 എണ്ണം 1000 എണ്ണം, ഇപ്പം 5-10 നിങ്ങൾ ടെറസ് ചെയ്യാനാണെങ്കിൽ ഈ റിസ്ക് ഇല്ല. 1/2 ഏക്കർ 1 ഏക്കറിലേക്ക് വരുമ്പോൾ ഈ വിത്ത് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വെള്ളത്തിലിട്ട് നോക്കിയിട്ട്, അതുപോലെ തന്നെ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാനുള്ള ബാക്കിയുള്ളത് അതിന്റെ ആകാര ഭംഗി, അതിന്റെ തുടം, ബാക്കിയുള്ളത്. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു വള്ളിപ്പയറെടുത്ത് നിരത്തി വെച്ച് നോക്കിയാൽ മുകളിൽ ഇപ്പൊ 21 പയറുണ്ടെങ്കിൽ 7-3-21 താഴത്തെ 7 എണ്ണവും ക്ഷീണമായിരിക്കാം, മുകളിലത്തെ 7 എണ്ണവും ക്ഷീണം ഉണ്ടാവും. നടുക്കിലുള്ള വിത്തുകൾക്കായിരിക്കാം ഏറ്റവും നല്ല ആകാര ഭംഗിയും അതിന്റെ തുടവും ബാക്കിയുള്ളതും ഉണ്ടാവും. അപ്പൊ നല്ലൊരു കർഷകനാണെങ്കിൽ ഈ നടുക്കിലത്തെ വിത്തിലായിരിക്കും കയറി പിടിക്കും. യൂണിവേഴ്സിറ്റിയുടെ വിത്തുകൾ നമുക്ക് വീണ്ടും ജെനുവിനാണ് 100% ജെനുവിനാണ്. ആണല്ലേ? അല്ല, ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ വിത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് ഈ പ്രാവശ്യം പാകി അതിനകത്തുനിന്ന് പയറെടുത്തിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് അത് എടുക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, പറ്റുമല്ലോ അല്ലേ? മറ്റേ ഞാൻ പറയട്ടെ, ഹൈബ്രിഡ് വിറ്റായിട്ട് കുറെ കമ്പനികൾ പുറമേ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവർക്കൊന്നും ഇത്രയും ലാഭം വേണ്ടല്ലോ. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു ലാഭം എടുക്കേണ്ട വരുന്നില്ലല്ലോ. ഞാൻ അടക്കി പറയാമെന്ന് വിചാരിക്കരുത്. അപ്പൊ അതിനകത്ത് അതിനൊരു ബ്ലോക്കിങ്ങും ഉണ്ടാകാം. അല്ല, ഞാൻ ഹൈബ്രിഡ് വിത്തുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സൂചന കിട്ടിയതുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വിത്ത് എടുത്തത്. യൂണിവേഴ്സിറ്റിയില് അതാണ് അതിന്റെ പ്രത്യേകത. അവിടെ തന്നെ ഇപ്പൊ സെലക്ഷൻ വിത്തുകൾ വരുന്നുണ്ട്. പയർ വിത്തുകളിലൊക്കെ ചില സെലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അതിനാണെങ്കിൽ അവരെന്ത് ചെയ്യും, 14 ജില്ലയിൽ നിന്നും പയർ വിത്ത് കൊണ്ടുപോയി നട്ട് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് വരുന്ന വിത്തുകൾ ബാക്കിയുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ സെലക്ഷൻ വിത്തുകളായിട്ട് വരുന്നുണ്ട് നമുക്ക് പയർമണികൾ. അങ്ങനത്തെ വെറൈറ്റികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ വെറൈറ്റിക്കും ആ പ്രാധാന്യമുണ്ട്. അത് ഓരോ സീസണ്, ചിലത് പിന്നെ ചൂടുള്ള സ്ഥലത്തു നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് തണുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പൊ ജെനുവിനിറ്റി കൂടുതലാണ്. വേറൊരു സംശയം, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കൃഷിസ്ഥലം എടുത്തിട്ട് അവിടെ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വള്ളിപ്പയറുണ്ട്, കുറ്റിപ്പയറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ വള്ളിപ്പയറിന്റെ വിത്ത് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? സങ്കരയിനായി പോകൂലേ? അതെ, ഇത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതായത് പിന്നെ ബിറ്റ്വീൻ പറയുന്നുണ്ട്. അതായത് ഇത്ര മീറ്റർ അപ്പുറത്തു നിന്നുള്ള വിത്തുകളെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂന്നുണ്ട്.
അപ്പൊ അതിൽ വരുമ്പോ ഒന്ന് പിന്നെ നമുക്ക് പരാഗണം നടക്കുന്ന തേനീച്ച വരെ ഉണ്ട് അതിനകത്ത്. അപ്പൊ തേനീച്ചയുടെ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ അതിനെ ബാധിക്കാറുണ്ട്. ഒറ്റ ഫാക്ടേഴ്സ് അല്ല കാരണക്കാരൻ. ഇപ്പൊ ചിലപ്പം മോശമായ വിത്തും ഉണ്ടാകാം, നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തും ചിലപ്പോൾ നാച്ചുറൽ പോളിനേഷൻ കൊണ്ട് നടക്കാം. ഇപ്പൊ നെൽവിത്തില് പാലക്കാട് ജില്ലയില് ഒരു കർഷകൻ അവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ഇതുണ്ട്. അവരുടെ പെൺകുട്ടിയുടെ മക്കളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. അതായത് വിത്തുകൾക്കെല്ലാം പെണ്ണുങ്ങളുടെ പേരാണ്. അപ്പൊ അങ്ങനെ ഇട്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചില കാര്യങ്ങൾ കൊണ്ട് അത് പുറത്ത് കൂടുതലായിട്ട് റിലീസ് ആയിട്ടില്ല, വരുന്നുണ്ട്. ഇപ്പൊ അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു വർണ്ണ, കുഞ്ഞു പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് നെൽവിത്തുകൾ വന്നത് ഇത് കർഷകന്റെ ബേസിൽ നിന്ന് എടുത്തതാണ്. ഈ വളപ്രയോഗത്തില് ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇലവളങ്ങൾ യൂസ് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ. ഇലവളങ്ങൾ യൂസ് ചെയ്യുന്നതിന്റെ ഇപ്പം ഓൾ 18 ഒക്കെ അങ്ങനെയുള്ള വളങ്ങളാണ്, ഇലയിൽ തളിക്കാനുള്ള വളമാണ്. അതിന്റെ ഡോസേജിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു തരാമോ? അത് നമുക്ക് വളപ്രയോഗത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് പിന്നെ രാസവളത്തിലേക്ക് പോവുകയാണെങ്കിലും ജൈവവളത്തിന്റെ കൂട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ളതാണ് നമ്മുടെ 6ാമത്തെ പോയിന്റ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് എഗ് അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ്, അമൃതപാനി, ജീവാമൃതം, ഇത് ഇത്രയും മതി സത്യം പറഞ്ഞ ചെടികൾക്ക്. ഇനി രോഗങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ പഞ്ചഗവ്യം കൂടെ ഉപയോഗിക്കാം. അത് ഒക്കെ ഏതൊരു രാസവസ്തു ആണെങ്കിലും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിനാണ് പോവുക പോളിയാട്രിക്കലായിട്ട്, അതായത് പത്രപോഷണത്തിന്. മനസ്സിലായോ? അതാണ് സ്പ്രേ ചെയ്യേണ്ടത്. സ്പ്രേ ചെയ്യുന്ന സമയം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഉത്തമം. പകല് സ്പ്രേ ചെയ്യുന്നതിന് അതെന്താണ് അതിന്റെ റീസൺ? എന്താണ് വൈകുന്നേരം ഇത് നമ്മളെ എടുക്കുന്നതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈർപ്പം കൂടുതൽ കിട്ടും. അതായത് രാത്രി 12 മണിക്കൂർ തുടങ്ങി 15 മണിക്കൂറോളം കിട്ടും. അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ 15 മണിക്കൂറും ചെടിക്ക് പിന്നെ ഇതിൽ ഈ കൊടുക്കുന്ന വളങ്ങള് പത്രപോഷണമാണ്. അതായത് ഫോളിയാട്രിക്കലാവുമ്പോൾ ഇലയിൽ കൂടെ തന്നെ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഉള്ള തരത്തിൽ, അതായത് ഇലയിൽ കൂടെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ വളങ്ങളുടെ പ്രത്യേകത. അപ്പൊ അത്രയും സമയം അത് എന്തിലുണ്ടാവും? പിന്നെ ചെടിയുടെ ഉപരിതലത്തിൽ തന്നെ ഉണ്ടാവും. അത് സാവധാനം അതിനെ പരിപൂർണമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയും. ഇനി രണ്ടാമത്തത്, പകലായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിന്റെ ഡെൻസിറ്റി കൂടാം. കാരണം ജലത്തിന്റെ അംശം അടിച്ചു, സൂര്യപ്രകാശം വന്നു, എവാപറേഷൻ വന്നു, അപ്പോൾ അതിന്റെ പിന്നെ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരും. അത് ചിലപ്പോൾ ഇലയുടെ നിങ്ങൾ കലക്കി ഒഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ അതിന്റെ ഡോസേജ് തെറ്റിയാൽ ഇലയുടെ അഗ്രഭാഗത്തേക്ക് തൂങ്ങി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഡൈബാക്ക് തുടങ്ങും. ഏറ്റവും ഉത്തമം വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നത്. അത് ജൈവവളമായാലും രാസവളമായാലും. അല്ലെങ്കിൽ 9 മണിക്കൊക്കെ മുമ്പ് കൊടുക്കണമെന്നാണ്. 9 മണി കഴിയുമ്പോഴത്തേക്കും വെയിൽ ചൂടാകും. ഇതിന് കുറഞ്ഞ സമയം, ഇത് വേരിൽ കൂടെ വലിച്ചെടുക്കുന്ന അല്ലാത്തത് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഇലയിൽ കൂടെ തന്നെ അത് അബ്സോർവ് ചെയ്യും. ഏറ്റവും ഉത്തമം. മറ്റേത് ആ ഡെൻസിറ്റിയുടെ വ്യത്യാസം തെറ്റാകാതെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും ഉത്തമം. അതുപോലെ സാറേ, ഈ മുട്ടത്തോട് പൊടിച്ചിടുന്നോണ്ട് ഇത് ആവുമോ? നല്ലതാണ്. അതിനകത്ത് വരുന്നത് എന്താന്ന് വെച്ചാല് പ്രകൃതി തന്നെ കുറച്ചൊരു നിർദ്ധാരണ പ്രക്രിയയുണ്ട്. എങ്ങനെയാ നിർദ്ധാരണ പ്രക്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് പിന്നെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉള്ള സ്ഥലത്ത് ഷെല്ലുള്ള, ഒച്ച് ബാക്കിയുള്ള അങ്ങനെയുള്ള, അതായത് തോടോട് കൂടിയ പ്രാണികള് അതിപ്രസരം കാണാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ പ്രകൃതി അതിനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ആ ഒച്ചിന്റെ ഒരു സൈക്കിൾ കഴിയുമ്പോൾ, അതായത് അത് ചത്ത് കഴിയുമ്പോൾ അതിന്റെ തോട് അവിടെ കിടക്കുകയും നമ്മുടെ pH ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ മുട്ടത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ അംശമാണ്. അതുകൊണ്ടാണ് pH-നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിന് മുട്ടത്തോട് വേണമെന്നില്ല, മുട്ട തിളപ്പിച്ച വെള്ളം കൊടുത്താലും നമുക്ക് ഗ്രോ ബാഗുകളിലേക്കൊക്കെ അത് സഫീഷ്യന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മുടെ തേയില മട്ടിടാറുണ്ടല്ലോ സാറേ? തേയില ചെണ്ടി ഇടാലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല. തേയിലച്ചെണ്ടി അതിലെ ഒരു വളപ്രയോഗത്തിൽ തന്നെ തേയിലയുടെ കൊടുക്കുന്നത്. തേയില
തേയിലയുടെ ചണ്ടി, അതുപോലെ തന്നെ പിന്നെ പഴത്തിന്റെ തൊലി, മുട്ടത്തോട് ഇവയെല്ലാം കൂടെ കൂടിയിട്ട് അരച്ചിട്ട് ഒരു കിടിക്കാച്ചി സാധനമുണ്ട് ജൈവവളക്കൂട്ടില്. പിന്നെ ഈ മുട്ടത്തോടെന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതായത് കൊണ്ട് അത് നമ്മുടെ നീറ്റുകക്കായി ഇടുന്ന അത്രയും സഡൻ എഫക്റ്റ് അല്ലാത്തത് കൊണ്ടും അതിന് കൂടുതൽ ഗുണം ചെയ്യും. അപ്പൊ നമുക്ക് ഈ ജൈവവളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാലും കുഴപ്പമില്ല എന്നെ അർത്ഥം. അതുകൊണ്ടാണ് പിന്നെ പഴത്തിന്റെ തൊലിയിൽ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അംശം ഉള്ളത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തേയിലച്ചണ്ടിയിൽ കൂടുതൽ പിന്നെ ബാക്കിയുള്ള ചില ഇത് ഉണ്ട്, ഏകദേശം 41 സൈസ് ആസിഡിന്റെ ഒക്കെ ഒരു അംശം ഉണ്ടെന്നാണ് തേയിലയിലുള്ളത്. അപ്പൊ അതൊക്കെ ചെടിക്ക് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ നെൽകൃഷിയിലൊക്കെ ആണെങ്കിൽ ചുറ്റുവട്ടം വീടിന്റെ പറമ്പിലൊക്കെ നിൽക്കുന്ന എല്ലാ ചെടികളും, പുങ്ങ്, ബാക്കിയുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം, മാവ്, പ്ലാവ്, അതിന്റെയൊക്കെ ഇലകൾ ഇട്ടിട്ട് 15 ദിവസം തുടങ്ങി 30 ദിവസം വെള്ളത്തിൽ തന്നെ കെട്ടി നിർത്തി പിന്നെ പൂട്ടിയടിച്ചാ ചെയ്യുക. അപ്പൊ ഈ ഓരോ ചെടികളിലും നമ്മൾ നേരത്തെ പറഞ്ഞ 17 മൂലകങ്ങളിലെ ഏതെങ്കിലും മൂലകങ്ങളും ഉണ്ടാവും. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസും കൂടെ കിട്ടുമ്പോൾ ചെടിക്ക് വേണ്ട എല്ലാവിധ മൂലകങ്ങളും കിട്ടുമ്പോൾ ചെടിക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ട്. ഓക്കെ. ഈ 6 മുതലുള്ള മറ്റ് ക്ലാസ്സുകള് പോയിന്റ്സിന്റെ ക്ലാസ് എന്താണ് സാറേ? അല്ല, ഇനി അടുത്ത ടീമുമായിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം അവര് പറയുന്നൊരു ഡേറ്റ്. ഇത് ഒരു ദിവസം കൊണ്ട് തീരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ആക്കിയത്. ശരിക്കും എടുക്കേണ്ടത് എന്ന് വെച്ചാല് 10 ദിവസം കൊണ്ട് എടുക്കേണ്ടതാണ് കാര്യങ്ങൾ. അതായത് സൂര്യപ്രകാശത്തിന്റെ പിന്നെ പ്രാധാന്യം, ആ സൗരോർജ്ജ കൊയ്ത്ത്, അത് എങ്ങനെ നിങ്ങളുടെ കൃഷിയെടുത്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, മണ്ണ് നന്നാക്കാൻ ജൈവവളം ഇടാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇടുന്ന രീതി, അതിന്റെ സമയം, ബാക്കിയുള്ളത് അത് എവിടെ ഇടണം, ആ ചെറുവേരുകൾ, ഒരു ചെടിയുടെ ചെറുവേരുകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, നന തുടങ്ങിയിട്ടുള്ളതിൽ വരുമ്പോൾ പറഞ്ഞതുപോലെയുള്ള പോയിന്റ്സ് അതിനകത്തുണ്ട്. അതും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു വിഷയത്തിൽ. പിന്നത്തേതാണ് മണ്ണ് നന്നാക്കി മണ്ണിന്റെ ജീവൻ നിലനിർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല സിമ്പിൾ ഉദാഹരണം ഇതാണ്. ഫോറസ്റ്റിൽ ഒരു ചെടി നിൽക്കുന്നതിന് ആരും രാസവളമോ കീടനാശിനിയോ ഒന്നും തളിച്ചിട്ടല്ല അവിടെ നിൽക്കുന്നത്. നല്ലൊരു കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്റ്റ് സൂര്യപ്രകാശം ഒരിക്കലും മണ്ണിൽ പതിക്കത്തില്ല. ആ രീതിയിൽ നമ്മുടെ കൃഷിയിടമാക്കിയാൽ ഏറ്റവും ഉത്തമം. അതായത് സൗരോർജ്ജ കൊയ്ത്ത് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അർത്ഥം, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഓക്കെ. ഈ മണ്ണില് സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണ് അതിന്റെ അങ്ങനെ പറയുന്നതിന് കാരണം? അണുക്കൾ തുടങ്ങിയിട്ട് ചാകാൻ തുടങ്ങും. അതായത് അവിടുന്ന് ആ ലൊക്കേഷൻ വിട്ടുപോകും. നമുക്ക് 1 ഇഞ്ച് ഭൂമിയുടെ ഉപരിതലത്തിലെ 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണിനാണ് ഫെർട്ടിലിറ്റി ഉള്ളത്, അതായത് വളക്കൂറുള്ളത്. ആ വളക്കൂറാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സസ്യജന്യ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ വീണടിഞ്ഞ് മണ്ണിലുള്ള കോടാനുകോടി സൂക്ഷ്മജീവികളുടെ പ്രവർത്തനപരമായിട്ട്, നിരന്തരമായിട്ടുള്ള പ്രവർത്തനപരമായിട്ട് ആ മണ്ണിന്റെ ജീവന് നിലനിർത്തുന്നത്. അതിനൊരു ടെക്നിക്കൽ ടേമൊക്കെ ഉണ്ട്, ക്ലേദം എന്നൊക്കെ പറയും. ആ ഒരു എക്കലടങ്ങിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ സൂര്യോർജത്തിന്റെ, അതായത് സൗരോർജത്തിന്റെ സത്താണ്. ആ സത്താണ് നമുക്ക് വളക്കൂറായിട്ട് നിൽക്കുന്നത്. ഈ വളക്കൂറിലേക്ക് നമുക്ക് ടെമ്പറേച്ചർ അടിക്കുന്നതനുസരിച്ചിട്ട് ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മാറിപ്പോകും. അതായത് ഹാർഡ്നെസ് വരും. അതായത് അതിനകത്തെ മണ്ണിന്റെ രചനയും ഘടനയും മാറും. അതനുസരിച്ചിട്ട് അതിനകത്തുള്ള വാപസ എന്ന് പറഞ്ഞ ടൈം മാറും. വാപസ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള 50% ജലാംശവും 50% വായു തന്മാത്രയും മണ്ണിലുണ്ടാകും. എന്നാലേ വേരിന് ഓട്ടം ഉണ്ടാവും. വേരിന് ഓട്ടം വരണമെന്നുണ്ടെങ്കിൽ വേര് ശ്വസിക്കുന്നുണ്ട്. ആ വേരിന്റെ ശ്വസന പ്രക്രിയയിൽ വരുന്ന എക്സസ് വരുന്ന കാർബൺ ഡയോക്സൈഡും പുറത്തു പോകണം. ഇതൊക്കെ മണ്ണുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഡീപ്പായിട്ട് അതിനകത്ത് പോകാനുണ്ട്. നമ്മളൊക്കെ മുകളിൽ കൂടെ പറഞ്ഞങ്ങ് വിടുകയേ ഉള്ളൂ. അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഫീൽഡാണ്. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യപ്രകാശം നേരിട്ട് ചെടികളിൽ ഏക്കുന്നതാണ് ചെടിക്ക് നല്ലത്, അല്ലെങ്കിൽ നല്ല വെയിലോടടുത്ത ചെടികൾ വളരുന്നതാണ്. അപ്പൊ വെയിൽ നേരിട്ട് മണ്ണിലോട്ട് തട്ടുന്നത് ദോഷമാണെന്നല്ലേ സാർ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മണ്ണിൽ പരമാവധി, എന്റെ ഒരു ഒറ്റ വാക്ക് ഇതേ ഉള്ളൂ, നോക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. നമ്മളുടെ ഒറ്റ ഇതേ ഉള്ളൂ. ഇതെന്താന്ന് വെച്ചാല് നമുക്കോ ബാക്കിയുള്ള ജീവജാലങ്ങൾക്കോ ഒന്നും തന്നെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. അതാകെ ചെയ്യാൻ കഴിവുള്ളത് ഹരിത സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ.
ഹരിതസസ്യങ്ങളെ പരിപൂർണമായിട്ടും സൂര്യപ്രകാശത്തിലെ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ഊർജം സ്വീകരിച്ച് അത് വിത്തോ വിളവായിട്ടോ കായായിട്ടോ ഫലമായിട്ടോ മാറ്റിവെക്കുന്നു. ഇത് മാംസഭോജികൾ തുടങ്ങി ബാക്കിയുള്ളവ കഴിച്ചു കഴിയുമ്പോൾ, അതായത് സൗരോർജത്തിന്റെ ഒരു വകഭേദമായിട്ടാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. നമ്മുടെ നിലനിൽപ്പിന് നമ്മൾ സസ്യാഹാരങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും സസ്യാഹാരങ്ങൾ കഴിക്കുന്ന മറ്റ് ജന്തുക്കളിലെ അതിന്റെ മാംസമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വേയിൽ സൂര്യപ്രകാശത്തിന്റെ ഊർജത്തെ നമ്മൾ സ്വീകരിക്കുകയല്ലേ. മണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ ഫെർട്ടിലിറ്റി ആണ് നഷ്ടപ്പെടുന്നത്. മണ്ണ് വരണ്ടു പോകും. മണ്ണ് വരണ്ടു പോയാൽ അതിനകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതെ. അപ്പൊ അതുകൊണ്ടാണ് വിണ്ട് കീറിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാപ്പിലറി മോയ്സ്ചർ ഉണ്ട്. അതിന്റെ ഓരോ മണൽത്തരിയുടെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ട്യൂബ് പോലെ ഒരെണ്ണം പോകുന്നുണ്ട്. അതിനകത്തൂടെ വെള്ളം താഴേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിന് താഴോട്ട് പോയാൽ തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്ന ഇച്ചിരി കൂടെ വലിയ ഹോളാണ്. അതിനകത്തൂടെ പോകുന്നത് എയറേഷൻ ഉണ്ട്. മണ്ണിരയുടെ പിന്നെ ആമാശത്തിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും ആ മണ്ണിന് കൂടുതൽ ഫെർട്ടിലിറ്റി ആയി. അതില് വെർമി വാഷ് എന്ന് പറഞ്ഞിട്ട് മണ്ണിരയുടെ വാഷ് വരെ നമ്മൾ ഉണ്ടാക്കി ചെടികൾക്ക് ഉപയോഗിക്കാം. അപ്പം മണ്ണിനെ പൊതച്ചിടണം. അതായത് സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ തന്നെ പൊതച്ച് ഇടണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ പൊതയ്ക്കുന്നതിന് പകരം നമ്മൾ അവിടെയൊക്കെ പടരുന്ന ഹരിത സസ്യങ്ങൾ വെച്ച് അതിനകത്തുനിന്ന് ഉൽപാദനം ഉണ്ടാകും. ചീര നടുക. ചീരയ്ക്കൊക്കെ വളരെ കുറഞ്ഞ സൂര്യപ്രകാശം മതി, കൂടുതലല്ല, കുറഞ്ഞത് മതി താരതമ്യേന. അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് ആ കവറേജ് കംപ്ലീറ്റ്, അതായത് സൂര്യപ്രകാശം കംപ്ലീറ്റ് ക്യാച്ച് ചെയ്തെടുത്ത് അതിനെ ട്യൂബർ ക്രോപ്പുകളായിട്ടോ ബാക്കിയുള്ള വിളകളായിട്ടോ മാറ്റേണ്ടി വരും. അത് കഴിച്ച് ജീവിക്കുന്ന മറ്റ് ജന്തുക്കളിന് അവരുടെ ഇതോ ബാക്കിയുള്ളതോ ഇൻഡയറക്റ്റ് വേയിൽ നമുക്ക് ഊർജം ലഭിക്കും. അതായത് ഹരിതസസ്യങ്ങൾ ഇല്ല എങ്കിൽ ഒന്നുമില്ല. മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അതാണല്ലോ. പൊത ഇട്ട് കൊടുത്താൽ കുറച്ചൊക്കെ ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ സാർ? ഇല്ല, പൊത എന്ന് പറഞ്ഞാലേ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, കാട് എന്ന് പറഞ്ഞാല് മേൽക്കാട്, നടുക്കാട്, അടിക്കാട്. അതായത് സൂര്യപ്രകാശത്തിൽ ഏറ്റവും വലിയ മരങ്ങളുണ്ടാവും, അതിന്റെ താഴേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ ക്യാച്ച് ചെയ്യാൻ അതിന്റെ ഇടയ്ക്കുള്ള മരങ്ങളുണ്ടാവും, അതിന്റെ താഴെ കളക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഇടയ്ക്കുള്ള മരങ്ങളുണ്ടാവും. ഇതേപോലെ കൃഷിയിടങ്ങളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറി, ബാക്കിയുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മളും ഈ വിവിധ തട്ടുകൾ റെഡിയാക്കിയെടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊതയിടണ്ട. അതായത് സൂര്യപ്രകാശം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹരിത സസ്യങ്ങളുടെ ഇലകളിൽ നമ്മളത് സ്വീകരിച്ചെടുത്തു. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. ആ രീതിയിൽ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒരു വാശിപ്പുറത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. മണ്ണുണ്ടെങ്കിൽ മണ്ണില് നിങ്ങൾ ഇപ്പൊ കയർ വസ്ത്രം ബാക്കിയുള്ളത് എല്ലാം ഇഷ്ടമുണ്ട്, ഒരു പൊത കൊടുത്തിട്ട് നിങ്ങൾ വേറെ ഒന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത്, കട്ടി കൂടിയ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് ഒരു ചെടിയുടെ തടത്തിൽ അങ്ങനെ ഇട്ടിട്ട് അവിടെ ചെയ്തു നോക്കും. അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ഉണ്ട് കൃഷിയിൽ. അപ്പം ഇത് ചെയ്താൽ ആ തടത്തില് വേരോട്ടം, അതായത് എയറേഷൻ കറക്റ്റ് ആയിട്ട് നിൽക്കും. മണ്ണ് ലൂസായിരിക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മണ്ണിന്റെ ഒന്ന് കൈ കുത്തി നോക്കും, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിനകത്തൂടെ എയറേഷൻ കറക്റ്റ് ആവും. ശ്വസന പ്രക്രിയ, വേരിന്റെ ശ്വസന പ്രക്രിയ റെഡിയാവും. മണ്ണ് ലൂസായി നിൽക്കും. ചെടിക്ക് ഗ്രോത്ത് കൂടും. അതാണ് പൊതയിട്ട് കഴിഞ്ഞാൽ. തെങ്ങിൻ തടത്തിൽ തടം എടുത്തു കഴിഞ്ഞാൽ പോലും തടത്തിൽ നമ്മൾ പച്ചിലവളങ്ങളും ബാക്കിയുള്ളതും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇതാണ്. ഓക്കെ, അപ്പോ സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ തരാമോ? ഓ, തരാലോ. 2 നമ്പറാ ഉള്ളത്. ഒന്ന് 94 00 12 12 11. ഞാൻ വയനാട്ടുകാരനാണ്. ഇവിടെ BSNL നമ്പറാണ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ റേഞ്ച് കുറയും. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അടുത്ത നമ്പർ ഇതാണ്: 90 72 21 21 00. ഈ 2 നമ്പറാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ചിലപ്പോൾ എടുക്കില്ല. അതുപോലെ തന്നെ ക്ലാസ് ആണെങ്കിലും ഞാൻ ഒഴിവാക്കും.
മിസ് കോൾ അടിച്ചിട്ടാൽ മതി, സമയം പോലെ ഞാൻ തിരിച്ചു വിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ തിരക്കിനിടയ്ക്ക് വിട്ടുപോയാലും നിങ്ങൾ രണ്ടാമത് ഒരു 2 മണിക്കൂർ വിളിച്ചാൽ കുഴപ്പമില്ല. വയനാട് എവിടെയാണ്? ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് നൂൽപ്പുഴ പഞ്ചായത്ത്, ബോർഡറാണ് തമിഴ്നാട്. ഓക്കെ. പേര് സുബ്രഹ്മണ്യം. ഓക്കെ. ആദ്യത്തെ നമ്പർ ഒന്നും കൂടി പറയുമോ? 94 00 94 12 12 11. ഓക്കെ. അപ്പൊ മാഡം നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യല്ലേ? ഹലോ. അതെ, നമുക്ക് ഓൾറെഡി സമയം പറഞ്ഞതിലും അതിക്രമിച്ചിട്ടുണ്ട്. സാരമില്ല, എല്ലാവരുടെയും സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വളരെയധികം നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഈ ഒരു വിഷയത്തിന്റെ ഭാഗം 2 തുടർന്ന് വരുന്ന സെമിനാറുകളിൽ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതുപോലെ സാറിന് ഒരുപാട് നന്ദി. എന്റെ കൃഷിയുടെ പേരിലും ഋഷി ഫൗണ്ടേഷന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ നിങ്ങൾ പങ്കെടുത്ത ഓരോരുത്തരോടും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് സെമിനാർ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇതിന് ഭാഗം 2ന്റെ തീയതിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ. നമസ്കാരം. വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ അവസരം തന്നതിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. അപ്പൊ എല്ലാവർക്കും മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവാം.